സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഈശോ വചനം പറയുന്നിടത്ത് ജനം ഇരച്ചു കയറിയെന്ന, വാതിക്കൽ പോലും നിൽക്കാൻ വയ്യാത്ത വിധം വചനം കേൾക്കാൻ ആൾക്കാർ ഓടിക്കൂടി. എന്നാൽ തുടർന്ന് ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു തളർവാദ രോഗിയെ ഓടിളക്കി, അല്ലെങ്കിൽ പുരയുടെ മുകൾ ഭാഗത്ത് ഇതെല്ലാം മാറ്റിയിട്ട് യേശുവിൻ്റെ പക്കലേക്ക് എത്തിച്ചു. ഇന്ന് സൗഖ്യങ്ങളൊക്കെ പോട്ടെ സഹോദരങ്ങളെ, ഈ ആൾ വരുന്നതിന് മുമ്പുള്ള ജനം എന്തിനാണ് യേശുവിൻ്റെ പക്കൽ ഓടിക്കൂടിയത്? ആ ജീവനുള്ള മധുരമുള്ള സ്വരം ശ്രവിക്കുവാൻ, യഥാർത്ഥത്തിലുള്ള ആ ഒരു ആനന്ദത്തിലേക്ക് നമ്മൾ വചനം കേട്ടിട്ട് വരുന്നുണ്ടോ? നമ്മൾ സൗഖ്യത്തിൻ്റെ പുറകെയാണോ? ഭൗതികമായ സൗഖ്യം ആണോ നമ്മൾ ആഗ്രഹിക്കുക? ഈശോ ആ ഭൗതിക സൗഖ്യത്തിന് മുൻപ് യഥാർത്ഥ സൗഖ്യമാണ് ഈശോ കൊടുത്തത്. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനുള്ള ഒരു ത്വര നമുക്കുണ്ടോ? അതോ എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖം മതിയോ? ലൗകികമായ സൗഖ്യത്തിന് വേണ്ടിയാണോ ഞാൻ ഇന്നും ഈശോയുടെ പക്കലേക്ക് ഓടുന്നത്? അതൊരു പൂർണ്ണ സൗഖ്യമല്ല കേട്ടോ. പൂർണ്ണമായ സൗഖ്യം ഈ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സൗഖ്യമാണ്. അങ്ങനെ ഒരു സൗഖ്യത്തിൻ്റെ ഉടമയാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ നീ ജീവനിൽ നിറയണം. നാഥാ നീ ഉള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കോ